T20 ലോകകപ്പിൽ ഇന്ത്യയുടെ എതിരാളികൾ ആരാകുമെന്ന കാര്യത്തിൽ തീരുമാനമായി. 3 മത്സരങ്ങളാണ് സൂപ്പർ 8-ൽ ഇന്ത്യ കളിക്കുക. മുഴുവൻ മത്സരവും വെസ്റ്റ് ഇൻഡീസിലാണ് നടക്കുന്നത്. സൂപ്പർ 8-ലെ ആദ്യ പോരിൽ ജൂൺ 20-ന് ബാർബഡോസിൽ ഇന്ത്യ അഫ്ഗാനിസ്ഥാനെ നേരിടും. ഗ്രൂപ്പ് സിയിൽ ന്യൂസിലാൻഡ് യോഗ്യത നേടിയിരുന്നെങ്കിൽ ഇന്ത്യയുടെ എതിരാളി കിവീസ് ആകുമായിരുന്നു. എന്നാൽ ന്യൂസിലാൻഡ് പുറത്തായതോടെയാണ് അഫ്ഗാൻ ഗ്രൂപ്പ് സിയിലെ ഇന്ത്യയുടെ എതിരാളിയായി മാറിയത്. ജൂൺ 22-നാണ് ഇന്ത്യയുടെ അടുത്ത സൂപ്പർ 8 മത്സരം. ഗ്രൂപ്പ് ഡിയിൽ 2ാം സ്ഥാനത്തെത്താൻ ബംഗ്ലാദേശാണ് സാധ്യത എന്നതിനാൽ ഇന്ത്യക്ക് കടുവകളുമായി ഏറ്റുമുട്ടേണ്ടി വരും. ആൻറ്റിഗ്വയിലാണ് ആ മത്സരം നടക്കുക. ജൂൺ 24-നാണ് എല്ലാവരും കാത്തിരിക്കുന്ന സൂപ്പർ 8 പോരാട്ടം. ഇന്ത്യ ഓസ്ട്രേലിയയാവും നേരിടുക. ഗ്രൂപ്പ് ബിയിലെ ചാമ്പ്യൻ എന്ന നിലയിലാവും ഗ്രൂപ്പ് എയിലെ ചാമ്പ്യന്മാരായ ഇന്ത്യ ഓസ്ട്രേലിയയെ നേരിടുന്നത്. ന്യൂയോർക്കിൽ അമേരിക്കയെ 7 വിക്കറ്റിന് തകർത്തതോടെയാണ് തുടർച്ചയായ 3 ജയം നേടി ഇന്ത്യ സൂപ്പർ 8-ന് യോഗ്യത നേടിയത്. അമേരിക്കയ്ക്ക് പുറമെ പാകിസ്ഥാനെയും അയർലൻഡിനെയും ഇന്ത്യ തോൽപ്പിച്ചിരുന്നു. കാനഡയുമായുള്ള മത്സരമാണ് ഇന്ത്യക്ക് ഇനി അവശേഷിക്കുന്നത്. ഇതിനിടെ ട്രാവലിംഗ് റിസർവായി ടീമിൽ ഉൾപ്പെടുത്തിയ ശുഭ്മാൻ ഗില്ലും ആവേശ് ഖാനും നാട്ടിലേക്ക് മടങ്ങാൻ ഒരുങ്ങുന്നു എന്ന് വിവരം. ഇന്ത്യയുടെ ഗ്രൂപ്പ് ഘട്ടം അവസാനിക്കുന്നതോടെ ടീം വെസ്റ്റ് ഇൻഡീസിലേക്ക് സൂപ്പർ 8 പോരാട്ടങ്ങൾക്കായി യാത്ര ചെയ്യും. ഇതിനാലാണ് ഇന്ത്യ 2 സൂപ്പർ താരങ്ങളെ റിസർവ് പട്ടികയിൽ നിന്ന് ഒഴിവാക്കുന്നതെന്നാണ് വിവരം. ശുഭ്മാൻ ഗില്ലിനെയും ആവേശ് ഖാനെയും അമേരിക്കയിലെ മത്സരങ്ങൾക്ക് മാത്രമായാണ് കരുതി വെച്ചത്. അമേരിക്കയിലെ പിച്ചിൻ്റെ സ്വഭാവം പരിഗണിക്കുമ്പോൾ താരങ്ങൾക്ക് പരിക്കേൽക്കാൻ സാധ്യത കൂടുതലായിരുന്നു. അതുകൊണ്ടാണ് ഇന്ത്യ റിസർവ് താരങ്ങളെ ഇവരെയൊക്കെ പരിഗണിച്ചത്. മാത്രമല്ല ടൂർണമെൻറ്റിൽ ശുഭ്മാൻ ഗില്ലിന് അവസരം ലഭിക്കാൻ യാതൊരു സാധ്യതയുമില്ല. വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയുമാണ് നിലവിൽ ഇന്ത്യയുടെ ഓപ്പണർമാർ. ഇവരിൽ ഒരാൾക്ക് പരിക്കേറ്റാൽ യശസ്വി ജയ്സ്വാൾ ആകും വരിക.